ഹലോ ഗായ്സ്, എന്താണ് നിങ്ങൾക്ക് ഇലക്ഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? എന്താ രാഷ്ട്രീയപരമായൊരു ചോദ്യം എന്നാണോ? അതൊന്നുമില്ല ഗായ്സ്, ഇന്നാണ് നമ്മുടെ ഇലക്ഷൻ. അപ്പോൾ ദേ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ എൻ്റെ ഒരു ഷോ ആയാലോ? ഷോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇന്നലെ പോയി മുടി വെട്ടിയില്ല ഗായ്സ്, അത് കാണിച്ചു തന്നതാണ്. ഇനി അമ്മയുടെ വായന രണ്ട് ചീത്ത കേട്ടാലേ ഞാനും ചേച്ചി ഇവിടെ ഇറങ്ങുള്ളൂ. അപ്പം ശരി ഗായ്സ്, നമുക്ക് പോയി വോട്ട് ചെയ്തിട്ട് വരാം. കുറച്ച് രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അമ്മയും ചേച്ചിയും കൂടി ഇറങ്ങിയത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എവിടെ മാതാജി? ദേ കുടയും പിടിച്ച് നടക്കുക. അത്ര വെയിലുണ്ടായിട്ട് കുട നിർത്തിയിട്ടില്ല, കുട കൈ പിടിച്ച് നടക്കുക. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പം നമുക്ക് പെട്ട് ഗായ്സ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ രാവിലെ വന്നാൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് വന്നതാന്ന് തോന്നുന്നു. നല്ല ക്യൂ ഉണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് ലക്കുണ്ട്, ഞങ്ങൾ പോയപാടെ ഭാഗം 1 തുടങ്ങിയതേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് എന്താ ചെന്നപാടെ വോട്ട് ചെയ്യാൻ പറ്റി. ഈ വോട്ടിങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വിജയം തോൽവി അത് വേറെ, പക്ഷേ ഈ മാർക്കിങ് ഇത് എന്ത് കാണിച്ചാണ് ഈ ചേച്ചി വരച്ചത്? എനിക്ക് ശരിക്കും സങ്കടം. ഇതേ അനു ചേച്ചിയുടെ കൈ നോക്കിയേ, അത് കോമഡി. ഇനി അമ്മയുടെ കൈ നോക്കട്ടെ. എൻ്റെ അമ്മ ഇതെന്തത്? ശേ, മോശം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? പിശുക്ക് മാർക്ക് ചെയ്ത ചേച്ചി പോട്ടെ, വിട്ട് കളയാം. അപ്പോൾ ഇലക്ഷനിൽ നിന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ബൈ ബൈ.